ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനും അതേപോലെ PSC, USS എക്സാം അതുപോലുള്ള മെയിൻ എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷിലൊരു ഏരിയ ആണ് റിലേറ്റീവ് പ്രൊനൗൺസ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺസ് ഒരു ഡൗട്ട് കൂടാതെയും ഈ വീഡിയോയോടുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്നുള്ളത് തന്നെ ആദ്യം നോക്കാം. എ റിലേറ്റീവ് പ്രൊനൗൺ ഈസ് ബോത്ത് എ പ്രൊനൗൺ ആൻഡ് എ ജോയിനിങ് വെർബ്. അതായത് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഒരേ സമയം പ്രൊനൗണുമാണ്, അതുപോലെ തന്നെ ജോയിനിങ് വേർഡുമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു സെൻറ്റൻസസ്, ക്ലോസ് ഓർ ഫ്രേസ്. ചിലപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ, അല്ലെങ്കിൽ ക്ലോസുകളെ തമ്മിൽ, അല്ലെങ്കിൽ ഫ്രേസസിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റൻസ്, അതായത് ഒരു സെൻറ്റൻസിന് തന്നെ രണ്ട് പാർട്ടിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രേസിനെ, രണ്ട് ഫ്രേസിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയാം. അപ്പം ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വേർ ആൻഡ് ദാറ്റ് ആർ മെയിൻ റിലേറ്റീവ് പ്രൊനൗൺസ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കാണാറുള്ള, മേജറായിട്ട് നമ്മൾ പഠിക്കാറുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വേർ ആൻഡ് ദാറ്റ് എന്നുള്ളവയാണ്. അപ്പം നമുക്ക് ഓരോന്നും ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ, ഹൂ. ഹൂ എന്ന വേർഡ് സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ. അതിൻ്റെ മീനിങ് എന്താണ്? ആര് എന്നുള്ളതാണ് മീനിങ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ പീപ്പിൾ. ആര് എന്ന് ഉദ്ദേശിക്കുമ്പോഴും നമ്മൾ ആളുകളെയല്ലേ റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് പ്രൊനൗണായിട്ട് ഉപയോഗിക്കുമ്പോഴും ഹൂ റെഫർ ചെയ്യുന്നത് പീപ്പിൾ, ആളുകളെ തന്നെയാണ്. അപ്പം എക്സാമ്പിൾ നോക്കാം. ദ മാൻ ഹൂ വർക്ക്സ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് വെരി കൈൻഡ്. ഇവിടെ എന്താണ്? ദ മാൻ ഹൂ വർക്ക്സ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അതായത് ആ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാൾ വളരെ കൈൻഡാണ്. ഇവിടെ ഒരു രണ്ട് പാർട്ടുണ്ട്, നോക്കൂ. ദ മാൻ ഹൂ വർക്ക്സ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ ദ മാൻ ഈസ് വെരി കൈൻഡ് എന്നുള്ളതുണ്ട്. ആ രണ്ട് അർത്ഥങ്ങളെയും ഹൂ എന്ന പ്രൊനൗൺ, അതായത് റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അടുത്തത് വിച്ച് എന്നുള്ളതാണ്. വിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മീനിങ് അറിയാം, ഏത് എന്നുള്ളതാണ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ വരുമ്പോൾ ഏതാണോ അത് എന്നുള്ളൊരു മീനിങ്ങിലേക്ക് വരും. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ആനിമൽസ് ആൻഡ് ഒബ്ജക്ട്സ്. മെജോറിറ്റി ആയിട്ട് ആനിമൽസിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. ദിസ് ഈസ് ദ ഗിഫ്റ്റ് വിച്ച് ഐ ബോട്ട് ഫോർ മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ മേടിച്ച ഗിഫ്റ്റ് ഏതാണോ അത് ഇതാണ്. മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ആനിമൽസ് ആൻഡ് ഒബ്ജക്ട്സ്. ദാറ്റ് ഉപയോഗിക്കുന്നതും ആനിമൽസിനെയും ഒബ്ജക്ട്സിനെയും ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഡോഗ് ദാറ്റ് ഈസ് ചേസിങ് ദ സ്ക്യൂരൽ ബിലോങ്സ് ടു മീ. ഇവിടെയും നോക്കിയിട്ടുണ്ട്, രണ്ട് പാർട്ട് വരുന്നുണ്ട്. അതായത് ദ ഡോഗ് ചേസിങ് ദ സ്ക്യൂരൽ എന്നുള്ളത് വരാം, പിന്നെ ദ ഡോഗ് ബിലോങ്സ് ടു മീ എന്നുള്ളതും വരാം. അത് രണ്ടിനെയും മിക്സ് ചെയ്തിരിക്കുകയാണ്, ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട്. എന്താണ് മീനിങ് ആക്കുന്നത്? ആ സ്ക്യൂരലിനെ ചേസ് ചെയ്യുന്ന ഡോഗ് ഏതാണോ, അല്ലെങ്കിൽ ഏതാണോ ആ ഡോഗ് അത് എൻ്റെതാണ്. ഓക്കെ. വേർ ഈസ് യൂസ്ഡ് ടു റെഫർ പ്ലേസ്. വേർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് എവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ റിലേറ്റീവ് പ്രൊനൗണിലും പ്ലേസിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ദിസ് ഈസ് ദ സ്കൂൾ വെയർ ഐ സ്റ്റഡീഡ്. ഞാൻ പഠിച്ച സ്കൂളാണ്. അത് വേറൊരു രീതിയിൽ പറയുകയാണ്, ഇത് ഏതാണോ സ്കൂൾ ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. ദെൻ വെൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടൈം. വെൻ എപ്പോൾ എന്നുള്ള മീനിങ് പോലെ തന്നെ ടൈമിനെയാണ് റെഫർ ചെയ്യുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ റിമെമ്പേഴ്സ് ദ ടൈം വെൻ ദർ വാസ് നോ TV. ഇവിടെ വെൻ എന്നുള്ളതാണ് ആ ഗ്രീനിൽ കാണേണ്ടത്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് വെൻ ആണ്. മീനിങ് എന്താ വരിക? മൈ ഗ്രാൻഡ് ഫാദർ റിമെമ്പേഴ്സ് ദ ടൈം വെൻ ദർ വാസ് നോ TV. ഒരു കാലത്ത് TV ഇല്ലാത്ത ടൈം അദ്ദേഹം ഓർക്കാറുണ്ട്. ഓക്കെ. ഹൂസ്.
ഹൂസ് എന്ന് വരുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ പൊസസീവ്നെസ് ഓർ ഓണർഷിപ്പ്. അതായത് നമ്മുടെ അവകാശം ആരുടേതാണോ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഹൂസ് ഉപയോഗിക്കുന്നത്. ആരുടേതാണ് എന്നൊക്കെയുള്ള മീനിങ്ങിൽ. സോ ദ ഗേൾ ഹൂസ് പെൻ ഐ ബൊറോഡ് യെസ്റ്റർഡേ ഈസ് ഗുഡ്. ഞാൻ ഇന്നലെ മേടിച്ച പേന ഏത് പെൺകുട്ടിയുടേതായിരുന്നോ അത് നല്ലതായിരുന്നു. മനസ്സിലായോ? ഞാൻ ഏത് പെൺകുട്ടിയുടെ പേനയാണോ ഇന്നലെ മേടിച്ചത് പേന നല്ലതായിരുന്നു. ഓക്കെ, ദ ഗേൾ ഹൂസ് പെൻ ഐ ബോറോഡ് യെസ്റ്റർഡേ ഈസ് ഗുഡ്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഹൂം. ഹൂം റെഫേഴ്സ് ടു പീപ്പിൾ. അതായത് ആരെയാണോ എന്നുള്ള രീതിയിലാണ്. നമ്മൾ പറഞ്ഞു ഹൂ വരുമ്പം ആരെ, അത് സബ്ജക്റ്റ് പൊസിഷനിലാണ് ഹൂ വരിക. അതായത് ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ ആയിരിക്കും അവിടെ ഹൂവിൽ റെഫർ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇതിൽ വരുമ്പം ഹൂം എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചിട്ടുള്ള ആരാണോ അവരെ ആയിരിക്കും റെഫർ ചെയ്തിട്ടുണ്ടാവുക. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്താണ് സെൻറ്റൻസിൽ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്തവർ ആ ഭാഗം ഒന്ന് കാണുക കേട്ടോ. സോ ദ ഗേൾ ഹൂം യു മെറ്റ് ഈസ് മൈ കസിൻ. നീ ഇന്നലെ കണ്ട ഗേൾ ആരാണോ അത് എൻ്റെ കസിനാണ്. ഓക്കെ, നീ ഇന്നലെ കണ്ട ഗേൾ ആരാണോ അതെൻ്റെ കസിനാണ്. ഓക്കെ, ദെൻ സോ നമുക്കൊന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എവിടെയാണ് ഏത് റിലേറ്റീവ് പ്രോണോണാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബാങ്ക് ഓഫ് ദ റിവർ ഡാഷ് പീപ്പിൾ കുഡ് എൻജോയ്. ഓപ്ഷൻ എ വൈ, ഓപ്ഷൻ ബി വേർ, ഓപ്ഷൻ സി വെൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൂം. ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് വേർ. ദ ബാങ്ക് ഓഫ് ദ റിവർ, അവിടെ ആ ഒരു പ്ലേസിനാണല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേർ മാത്രമേ വരുള്ളൂ, ഒരു കൺഫ്യൂഷനും വരില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ദ പെൻ ഡാഷ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ വെയർ, ഓപ്ഷൻ ബി വെൻ, ഓപ്ഷൻ സി വിച്ച്, ഓപ്ഷൻ ഡി വൈ. പെന്നിൻ്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഒബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും ഏതാണ് വരിക? വിച്ച് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ ബോയ് ഡാഷ് ലീവ്ഡ് നിയർ മൈ ഹോം ഈസ് വെരി നോട്ടി. ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി വിച്ച്, ഓപ്ഷൻ സി വേർ, ഓപ്ഷൻ ഡി ഹൂ. ഇവിടെ ഓപ്ഷനിൽ പേഴ്സണൽ റെഫർ ചെയ്യുന്ന ആകെ ഒരു കാര്യമേ ഉള്ളൂ, ഹൂ. അതുകൊണ്ട് ഹൂ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ, ദ മാൻ ഡാഷ് യു മെറ്റ് യെസ്റ്റർഡേ ഈസ് മൈ ടീച്ചർ. ആരെയാണോ ഇന്നലെ കണ്ടത് അത് എൻ്റെ ടീച്ചറാണ്. ഓക്കെ, ഓപ്ഷൻ എ ഹൂ, ഓപ്ഷൻ ബി ഹൂം, ഓപ്ഷൻ സി ഹൂസ്, ഓപ്ഷൻ ഡി വിച്ച്. ഇവിടെ ഹൂ ആണോ ഹൂമാണോ എന്ന് മാത്രമാണ് കൺഫ്യൂഷൻ വരിക. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഹൂ എന്ന് പറയുമ്പോൾ ആര് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരിക, ഹൂം എന്ന് പറയുമ്പോൾ ആരെയാണോ എന്നുള്ളൊരു മീനിങ്ങിൽ. ഓക്കെ, അപ്പം ഹൂം ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. റിലേറ്റീവ് പ്രോണോൺ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. ഇനിയും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.